തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന്. തിരഞ്ഞെടുപ്പ് നടത്തിയവരെ കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദൈവവിളി ലഭിച്ചവരാണ്, ദൈവത്തോടു കൂടെ ജീവിച്ചവരാണ്. വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോരുത്തരെക്കുറിച്ചും പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരെല്ലാവരും വിശ്വാസത്താലാണ് കാലുകൾ വെച്ചത് എന്ന്. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പോടു കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായി ബന്ധം ലഭിക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. മോശയെക്കുറിച്ച് നാം വായിച്ചു കേട്ടു. മോശ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയെന്ന്. മോശയുടെ ചരിത്രം നമുക്കറിയാം. മോശയെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. മോശ വളർന്നത് മിസ്രൈമില് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. മോശ വലിയൊരു തിരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ് നാം വായിച്ചു കേട്ടത്. നാം വായിച്ചു കേൾക്കുമ്പോൾ തോന്നും അതൊരു സാധാരണ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ വിലയേറിയ ഒരു തിരഞ്ഞെടുപ്പാണ് മോശ എടുത്തത്. കാരണം മോശയ്ക്ക് അടുത്ത ഫറവോ രാജാവായി വാഴുവാനുള്ള അവകാശങ്ങളും സാവകാശങ്ങളും എല്ലാം മോശയ്ക്ക് കൈവന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മോശ ഫറവോന്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ 40 കൊല്ലം വളർന്നു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. ആ 40 കൊല്ലം 40 വയസ്സായപ്പോഴാണ് മോശ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തത്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെക്കാൾ, ഫറവോന്റെ കൊട്ടാരത്തിലെ ജീവിതത്തെക്കാൾ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, മിസ്രയീമിലെ രാജാവെന്ന് വിളിക്കുന്നതിനേക്കാൾ എല്ലാം വിലയേറിയത് എൻ്റെ സ്വന്തം ജനത്തോടു കൂടെ ചേർന്ന് ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് മോശ മനസ്സിലാക്കി. മോശ വലിയൊരു തീരുമാനം, ഒരു തിരഞ്ഞെടുപ്പാണിത്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു എന്ന്. മോശ ആരും നിർബന്ധിച്ചായിട്ട് അവിടെ എങ്ങും നാം വായിക്കുന്നില്ല ദൈവത്തിന്. എന്നാൽ മോശ സ്വന്തമായി ഒരു തീരുമാനമെടുത്തു എന്ന്, വിശ്വാസത്താൽ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം ഓരോ വിശ്വാസ വീരന്മാരെ കുറിച്ചും പഠിക്കുമ്പോൾ അവരെല്ലാം വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ പുറപ്പെട്ടുവെന്നും വിശ്വാസത്താൽ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടുവെന്നും ദൈവത്തോടു കൂടെ നിന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നുവെന്നും അവരെല്ലാം വാഗ്ദത്ത ദേശം കണ്ട് കടന്നുപോയി എന്നും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവം അവരുടെ ദൈവമാണെന്ന് വിളിക്കപ്പെടുന്നത് ദൈവം ലജ്ജിക്കുന്നില്ല എന്ന്. ഈ വിശ്വാസികളുടെ ദൈവമാണ് ഞാനെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന്. വായിക്കാം 13-ാമത്തെ വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അനുഭവിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവവിളി കേട്ട് ഇറങ്ങിയവരുടെ ജീവിതത്തിൽ നാം വായിച്ചു കേട്ടു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസ വീരന്മാര് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റുപറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. എന്ത്? ഭൂമിയിൽ തങ്ങൾ അന്യരാണ്, പരദേശികളാണ്. ഇവിടെയല്ല ഞങ്ങളുടെ ശാശ്വതമായ ജീവിതം, ഇതല്ല ഞങ്ങളുടെ നിത്യമായ ഭവനമെന്ന് അവർ തിരിച്ചറിഞ്ഞാണ് ജീവിച്ചത്. ഭൂമിയിൽ തങ്ങൾ
അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന്. വിശ്വാസത്തിലാണ് അവര് ക്രിസ്തീയ ജീവിതം തുടങ്ങിയത്, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെയുള്ള യാത്ര ആരംഭിച്ചത് വിശ്വാസത്താലാണ്. ഇവിടെ നാം വായിച്ചു കേട്ടു, അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന്. ദൈവമക്കളെ, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നിർണായകമായ ഒന്നാണത്. എന്ത്? വിശ്വാസ ജീവിതം ആരംഭിച്ചു എന്നാൽ വിശ്വാസത്തിൽ മരിക്കുവാൻ കഴിയുക. മാനസാന്തരപ്പെട്ടു എന്നാൽ മാനസാന്തരത്തിൽ മരിക്കാൻ കഴിയുക. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിതം തുടങ്ങി എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ആ ജീവിതം അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് കടന്നു പോകുവാൻ ഭാഗ്യം ലഭിക്കുക. അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അവരെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച്, വിശ്വാസ ജീവിതം തുടങ്ങിയവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവർ വിട്ടുപോകുന്നതിനെ, പഴയതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. എന്നാൽ അവർ വിട്ടുപോകുന്നതിനെ ഒരിക്കലും ഓർത്തില്ല എന്ന്. അവർ ഇന്ന് ദൈവം വിളിച്ചവരെ ആക്കിയിരിക്കുന്ന ആ സൗഭാഗ്യ അനുഭവങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, ഇതിനേക്കാളും അധികം സ്വർഗീയമായതിനെ അവർ ആഗ്രഹിച്ചിരുന്നു, കാക്ഷിച്ചിരുന്നു എന്ന്. ഈ മരണത്തിനപ്പുറമുള്ള ക്രിസ്തുവിനോട് കൂടെയുള്ള വിശുദ്ധന്മാർ വസിക്കുന്ന ആ സ്വർഗ സന്തോഷത്തെക്കുറിച്ച് അവർ ആകാംക്ഷയോടെ കാത്തിരുന്നവരായിരുന്നു എന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ, അവർ ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായി ജീവിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന്. ഈ ഭൂമിയിലെ കാര്യങ്ങളിലല്ല, ഇതിനപ്പുറമായി വരുവാനുള്ള പ്രത്യാശയിൽ ജീവിച്ചവര്, വിട്ടുപോകുന്നതിനെ ഓർക്കാതെ, പഴയതിലേക്കൊന്നും മടങ്ങിപ്പോകാതെ പ്രത്യാശയോടെ ജീവിച്ചവരെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, അങ്ങനെയുള്ള വിശ്വാസ ജീവിതം നയിക്കുന്ന, ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച വിശ്വാസികളെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ദൈവമാണെന്ന് പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്ന്. ദൈവം സന്തോഷിക്കുകയാണ്, ദൈവം അവരുടെ ദൈവമാണെന്ന് പറയുന്നതിൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടെയുള്ള ജീവിതം. മോശ 40 കൊല്ലത്തെ കൊട്ടാര ജീവിതം വിട്ട് ദൈവത്തോടു കൂടെയും ദൈവജനത്തിനു വേണ്ടിയും ദൈവജനത്തോടു കൂടെയും ജീവിക്കുവാൻ ജീവിതത്തിൽ വലിയൊരു തിരഞ്ഞെടുപ്പ് നടത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു മോശയുടെ ജീവിതത്തിൽ മോശ എടുത്തത്. എന്താണ് മോശ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കാരണം? പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിച്ചേക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. മോശ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതിന്റെ പിന്നില് വലിയൊരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വായിക്കാം. മിസ്രൈമ്യർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഈ ഇസ്രായേൽ മക്കൾ അടിമകളായി മിസ്രൈമിൽ അനുഭവിക്കുന്ന ആ ഞെരക്കം ഞാൻ കേട്ടു, എനിക്ക് അവരോടൊരു നിയമമുണ്ട്, ആ നിയമം ഞാൻ ഓർത്തിരിക്കുന്നു. വായിക്കാം. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, മോശയെ ആ തെരഞ്ഞെടുപ്പിലേക്ക് നടത്തിയതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അടിമയിലായിരുന്ന ദൈവജനത്തെ അടിമയിൽ നിന്ന് വിടുവിക്കുവാൻ, ദൈവകരങ്ങളിൽ ഉപയോഗപ്പെടുവാൻ ദൈവം കണ്ട ഒരു വ്യക്തിയായിരുന്നു മോശ. ദൈവമക്കളെ, എന്താണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ദൈവജനം മിസ്രൈമിലെ അടിമകളായി പോകുമെന്ന്. അബ്രാഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഈ ജനം മിസ്രൈമില് അടിമകളായി 400 കൊല്ലം അവിടെ പീഡ അനുഭവിക്കുമെന്ന്. വായിക്കാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അബ്രഹാമിന് ദൈവം അന്നേ അരുളപ്പാട് കൊടുത്തതാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർത്ത്
അവരെ സേവിക്കേണ്ടി വരുമെന്ന്. 400 വർഷം മിസ്രൈമിൽ ഇസ്രായേൽ ജനം അടിമകളായി പാർത്ത് മിസ്രൈമ്യർക്ക് ദാസ്യവേല ചെയ്യേണ്ടി വരുമെന്ന്. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ഇസ്രായേൽ ജനത്തിന്റെ ആ അടിമത്വം 430 വർഷമായിരുന്നു എന്ന്. വായിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 കൊല്ലം അടിമകളായി അവർ മിസ്രൈമിൽ പാർക്കേണ്ടി വന്നു എന്ന്. ദൈവം അവരോട് വാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാലം തികയുമ്പോൾ അവിടെ നിന്ന് അവർക്ക് വിടുതലുണ്ട്, മോചനമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയെ വിളിച്ചത് ആ വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ദൈവം തിരഞ്ഞെടുത്തത് ഈ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കുവാനാണ്. ദൈവം വിളിക്കുമ്പോൾ മോശയ്ക്ക് എന്നാൽ ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള താല്പര്യമുണ്ടായിരുന്നില്ല, അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഒരു മടുപ്പുള്ള മനസ്സായിരുന്നു മോശയ്ക്ക്. എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ? മോശ ഒരിക്കല് സമർപ്പണമെടുത്ത് തീരുമാനമെടുത്ത് മോശ സ്വന്തമായി ഒരിക്കൽ ഇവരെ ഒന്ന് വിടുവിക്കണം, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ ഒന്ന് സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചവനാണ് മോശ. പുറപ്പാട് പുസ്തകം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു. മോശ ഈ ജനത്തെയെല്ലാം കാണുവാൻ ആ മിസ്രൈമില് കൊട്ടാരം വിട്ട് ഇറങ്ങി നടക്കുമ്പോൾ മോശയുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഈ ഇസ്രായേലത്തെ സഹായിക്കണമെന്ന്. ഒരു ഇസ്രായേലിനും മിസ്രൈമിനും തമ്മിൽ ചണ്ടയുണ്ടായപ്പോൾ മോശ ആ മിസ്രൈമിനെ ആരും കാണാതെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു എന്ന്. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, അതിന്റെ അടുത്ത ദിവസം തന്നെ 2 എബ്രായര് ഇസ്രായേൽ മക്കൾ തമ്മിൽ ചണ്ടയുണ്ടായി. അപ്പോൾ മോശ അവരുടെ ഇടയിൽ ചെന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരാണെന്ന്. പ്രിയപ്പെട്ടവരെ, മോശ അത് കേട്ട് ഭയപ്പെട്ടു പോയി. മോശയുടെ ഉള്ളിലെ ആ പ്രതീക്ഷയെല്ലാം മങ്ങിപ്പോയി. മാത്രമല്ല, മിസ്രൈമിലെ കൊട്ടാരത്തില് ഈ വാർത്തയൊക്കെയും എത്തി. ദൈവമക്കളെ, ഈ മോശയ്ക്ക് കൊട്ടാരത്തിൽ നിൽക്കാൻ കഴിയാതെ വന്നു. മോശ മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. മോശ കൊട്ടാരം വിട്ട് മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. മോശയുടെ പിന്നീടുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ കൊട്ടാരത്തില് 40 കൊല്ലം മോശ ജീവിച്ചു. ഒരു ലോക മനുഷ്യനായിട്ട്, സാധാരണക്കാരനായിട്ട്, നല്ല വിദ്യാഭ്യാസവും ജ്ഞാനവും ലോകത്തിന്റെ എല്ലാ പ്രൗഢിയും ഏറ്റവും ആഡംബരപരമായ ജീവിതവുമുള്ള കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. ഒന്നിനും കുറവില്ലാത്ത സാഹചര്യത്തില് അടുത്ത രാജാവാകുവാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ 40 കൊല്ലം കൊട്ടാരത്തിൽ മോശ ജീവിച്ചു. മോശയുടെ ജീവിതത്തിൽ ഏറ്റവും ലോകപ്രകാരമുള്ള സമൃദ്ധിയും സുഭിക്ഷതയുമുള്ള ഒരു കാലയളവായിരുന്നു ആദ്യത്തെ 40 കൊല്ലം. എന്നാൽ ആ മിസ്രൈമിനെ അടിച്ചു കൊന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ മോശയ്ക്ക് മിസ്രൈമിൽ നിൽക്കാൻ കഴിയാതെ മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. 40 കൊല്ലം തുടർന്ന് നാം വായിക്കുന്നുണ്ട്, മോശ മിദ്യാനില് പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതം നയിച്ച് ആടുനോട്ടക്കാരനായി മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു മോശയാണ് നാം കാണുന്നത്. ദൈവമക്കളെ, മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശയ്ക്ക് സ്വന്തമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ശുശ്രൂഷ ചെയ്യണം, അല്ലെങ്കിൽ ഈ ജനത്തെ ഒന്ന് വിടുവിക്കണം, എൻ്റെ ജനത്തെ സഹായിക്കണമെന്നല്ല. എന്നാൽ മോശയ്ക്ക് അന്ന് അതിനുള്ള ഒരുക്കമുണ്ടായിരുന്നില്ല, ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള എളിമയോ വിനയമോ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാനുള്ള ഒരു ഒരുക്കമോ മോശയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. മോശ സ്വന്തമായി ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ 40 കൊല്ലം ഒരു ആടുനോട്ടക്കാരനായി ഭാര്യയോടുകൂടെ 2 മക്കളുണ്ടായി. മോശ വളരെ ഒതുങ്ങിപ്പോയ, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ മോശയുടെ പ്രതീക്ഷയെല്ലാം മങ്ങിപ്പോയ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, മോശയ്ക്ക് നിരാശ വന്ന് കാണുമോ എന്ന്. കാരണം പുറകോട്ട് നോക്കിയാൽ കൊട്ടാരത്തിലെ സുഭിക്ഷതയിൽ ജീവിച്ച, ഒന്നിനും കുറവില്ലാതിരുന്ന ആ സമൃദ്ധിയുടെ കാലങ്ങൾ. എന്നാൽ ഇന്ന് ആരും അറിയാതെ ആടുകളുടെ പിന്നാലെ മൂകമായി നടക്കുന്ന മോശയുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, നാം പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വലിയേറിയ തീരുമാനങ്ങൾ എടുത്തവരാണ്, സമർപ്പണങ്ങൾ എടുത്തവരാണ്,
പല നല്ല ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ ഉദിച്ചു വന്ന കാലങ്ങളുണ്ട്. പലതിലേക്ക് നാം ഇറങ്ങിത്തിരിച്ച കാലങ്ങളുണ്ട്. എന്നാൽ ഇന്നതെല്ലാം നിരാശയാണോ? പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിരാശ മൂടിയ മനസ്സുമായിട്ടാണോ നാം ഇന്ന് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മോശ നിരാശനായി ആ ആടുകളുടെ പിന്നാലെ 40 കൊല്ലം നടന്നു എന്ന്. ദൈവീക ശുശ്രൂഷയ്ക്ക് മോശയെ ഉപയോഗപ്പെടുത്തുവാൻ, മോശയെ അതിന് പരുവപ്പെടുത്തിയെടുത്ത, മോശയ്ക്ക് ദൈവീക ശിക്ഷണവും അതിനുള്ള ക്രമീകരണവും കിട്ടിയ 40 കൊല്ലമായിരുന്നു മോശയുടെ ജീവിതത്തില്. ആടുനോട്ടക്കാരനായി കുടുംബജീവിതം നയിച്ച് ആ ജീവിച്ച കാലം. പ്രിയപ്പെട്ടവരെ, ഒന്നിനും അഭിമാനിക്കാനില്ല. ലോകപ്രകാരം നോക്കിയാൽ ഒന്നും പുകഴാനില്ല. ഭാവിയിലേക്ക് നോക്കിയാൽ ഒന്നുമില്ലാത്തൊരു കാലം. മോശ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു കാണും. കാരണം ഇനി എനിക്കൊരു ഭാവിയുണ്ടോ, ഇനി എനിക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, ഇനി എന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാമോ എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ കഴിവുകളും മനുഷ്യന്റെ പ്രതീക്ഷകളും അവന്റെ സ്വപ്നങ്ങളുമെല്ലാം അസ്തമിച്ച് കഴിയുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വയ്ക്കുന്നത്. ദൈവമക്കളെ, മോശയുടെ പ്രതീക്ഷയെല്ലാം അറ്റുപോയപ്പോൾ, മോശയുടെ കരുത്തും ശേഷിയുമെല്ലാം കുറഞ്ഞു പോയപ്പോൾ, മോശയുടെ ആ അടിച്ചു കൊല്ലുന്ന പ്രകൃതമെല്ലാം മാറിപ്പോയപ്പോൾ, ദൈവമക്കളെ 80-ാമത്തെ വയസ്സായപ്പോൾ സ്വർഗത്തിലെ ദൈവം പിന്നെയും മോശയെ വിളിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കൽ സമർപ്പണമെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ദൈവത്തോടൊരു ഉടമ്പടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്നുവെന്ന് പ്രിയപ്പെട്ടവരെ, അതെല്ലാം വരുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം. എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്, എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കണ്ണിമ വെട്ടാതെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ദൈവമക്കളെ, 40 കൊല്ലം കൊട്ടാര ജീവിതം, 40 കൊല്ലം മരുഭൂമിയിൽ പ്രിയപ്പെട്ടവരെയും ആടുകൾ നോക്കി നടന്നു. എന്നാൽ 80-ാമത്തെ വയസ്സില് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം മോശയെ തേടി വന്നു. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ പരിശുദ്ധാത്മാവ് സ്തേഫാനോസിന്റെ കന്യപ്രസംഗത്തില് ഇസ്രായേലിന്റെ ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ, അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ദൈവം മോശയെ വിളിച്ച ആ കാര്യം. വായിക്കാം. മിസ്രൈമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയോട് പറയുകയാണ്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം മോശയോട് പറയണം, മോശേ, ഇപ്പോൾ സമയമായിരിക്കുകയാണ്. 40 കൊല്ലം മുമ്പ് നിന്റെ ഹൃദയത്തിൽ ഉദിച്ച ആഗ്രഹം ഇപ്പോൾ ദൈവിക പദ്ധതിയായി നിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ഞരക്കം ഞാൻ കേട്ടു, അവരുടെ പീഡ ഞാൻ കണ്ടു. അവരെ വിടുവിപ്പാൻ ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വായിക്കാം. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വാക്ക് പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ വരിക. എന്താണ് പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? മോശെ, അന്ന് നീ ചെയ്ത ശുശ്രൂഷയല്ല, അന്ന് നീ പോയതുപോലെയല്ല, നീ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ആ നിരാശപ്പെട്ട് ആ ആടുകളുടെ പിന്നാലെ നടന്ന മോശയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന ആ നിമിഷങ്ങൾ, എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിയേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യവും അവിടുത്തെ സ്വരവും മോശ കേൾക്കുകയാണ്. എന്ത്? മോശേ, നീ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന്. എൻ്റെ ജനത്തിന്റെ പീഡയും അവരുടെ നിലവിളിയുമെല്ലാം ഞാൻ കേട്ടിരിക്കുകയാണ്. ഞാൻ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞതുപോലെ അവരെ അവിടുന്ന് വിടുവിക്കുവാനുള്ള കാലമായിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും ഒരു സമർപ്പണത്തിലേക്ക് വന്നുവെങ്കിൽ, ഒരു തീരുമാനമെടുത്തുവെങ്കിൽ, ദൈവത്തോടൊരു വാക്ക് പറഞ്ഞുവെന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഓർത്തുകൊള്ളണം, നമ്മുടെ പിന്നില് ദൈവം വിടുവിക്കുവാൻ ഒരു ജനത്തെ കണ്ടിട്ടുണ്ട്. നമ്മിൽ ഇറങ്ങി നിന്നുകൊണ്ട് ദൈവം അനേകർക്ക് വിടുതൽ കൊടുക്കുവാൻ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് രൂപാന്തരം വന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ദൈവകരങ്ങളിൽ എളിമയോടെ സമർപ്പിച്ച് കാണിരിക്കുക. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് ദൈവം, നമ്മെ പുതുക്കി മെനയുന്നവനാണ് ദൈവം, നമ്മുടെ കുറവുകളിലേക്ക് വെളിച്ചം വീശുന്നവനാണ് ദൈവം. നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ അധികാരമുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു.
എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മോശ എളിമപ്പെട്ടപ്പോൾ, മോശയ്ക്ക് ആ ദൈവവിളി കേട്ടപ്പോൾ മോശ ദൈവത്തോട് പല ഒഴിവുകൾ പറഞ്ഞു. ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ എനിക്ക് കഴിവില്ല എന്ന്, എനിക്ക് അധികാരമില്ല എന്ന് മോശ പറഞ്ഞു. എനിക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പോലും കഴിവില്ല എന്ന്. ദൈവമക്കളെ, മോശയുടെ കുറവുകളൊക്കെ ദൈവത്തോട് പറഞ്ഞു. അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. എന്ത്? മോശയ്ക്ക് ഇനി ആ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം ഒരിക്കൽ എന്നെ തള്ളിക്കളഞ്ഞ നിന്നെ ആരെ അധികാരി ന്യായകർത്താവും ആക്കിയതെന്ന് ചോദിച്ച ആ ഇസ്രായേൽ മക്കളുടെ അരികിൽ ചെല്ലാൻ മോശയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ദൈവമക്കളെ, എന്നാൽ എന്തെല്ലാം ഒഴിവ് പറഞ്ഞിട്ടും, ഞാനൊരു വിക്കനാണെന്ന് പറഞ്ഞിട്ടും, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ടും, എനിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ടും സ്വർഗത്തിലെ ദൈവം മോശയെ വിട്ടില്ല. മോശയെ വിട്ടില്ല. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം മോശയെ കൊണ്ട് തന്നെ ആ വിലയേറിയ ശുശ്രൂഷ നിവർത്തിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ഇന്ന് കുറവുള്ളവരാണോ? നാം ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരാണോ? നാം ഇന്ന് പിന്മാറ്റത്തിലിരിക്കുന്നവരാണോ? നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ നിന്ന് നാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണോ? ദൈവമക്കളെ, നിന്നെ തേടി വരുന്ന യേശുവിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, മാനസാന്തരത്തിൽ മരിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഈ വിശ്വാസ പോർക്കളത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ മരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിരാശനായ മോശയെ തേടി വന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, മോശയെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. മോശ ഈ ഭൂമിയിൽ ഏറ്റവും സൗമ്യനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന്. ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മനുഷ്യനാണെന്ന് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. തിരുവചനത്തിൽ മറ്റെന്നും രേഖപ്പെടുത്താത്തൊരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവത്തോട് അഭിമുഖമായി ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് മോശ സംസാരിച്ചു എന്ന് വായിക്കാം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായിട്ട് മോശ സംസാരിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി ദൈവത്തെ കണ്ടത് ആദാമാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം വായിക്കുമ്പോൾ മോശയാണ് ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, മോശ 40 രാവും 40 പകലും ദൈവ സാന്നിധ്യത്തിൽ ദൈവിക തേജസ്സിനോട് ചേർന്നിരുന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നവനായിരുന്നു മോശ. മോശയുടെ ഒരു പ്രാർത്ഥന നമുക്ക് വായിച്ചു കേൾക്കാം. 33-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, പുറപ്പാട്. പ്രിയപ്പെട്ടവരെ, മോശ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യർ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നുമല്ല പ്രാർത്ഥിച്ചത്. മോശ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വായിച്ചു കേൾക്കാം. അവനോട്, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ എവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ പർവ്വതത്തിലിരുന്നപ്പോൾ അഹ്റോന്റെ നേതൃത്വത്തിൽ ജനം കാളക്കൂട്ടി ആരാധിച്ച് വിഗ്രഹാരാധികളായി പോയ ജനത്തെ ദൈവം വെറുത്ത് ദൈവം അവരെ ശിക്ഷിക്കുമെന്നും ഞാനിനി ജനത്തോടുകൂടെ നടക്കുകയില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ദൈവമക്കളെ, മോശ ആ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അഹ്റോന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അവസാനം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയില്ല, എൻ്റെ ദൂതനെ നിങ്ങളുടെ കൂടെ അയക്കാമെന്ന്. അപ്പോൾ മോശ പ്രാർത്ഥിച്ചു, അത് പോരാ കർത്താവേ, യഹോവേ, നീ എന്നോട് കൂടെ പോരണമെന്ന്. തിരുസാന്നിധ്യം എന്നോടുകൂടെ ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവമക്കളെ, തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. നാം ഹൃദയദൃഷ്ടി ഉയർത്തുമ്പോൾ, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ, അപ്പാ എന്ന് വിളിക്കുമ്പോൾ ആ തിരുസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അടുത്ത ദിവസം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ്റെ കൂടെ UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അന്ന് ഉണർവ് 73-ലുണ്ടായ കാലത്ത് എൻ്റെ അപ്പൻ്റെയൊക്കെ കൂടെ വന്ന ഉപവാസയോഗത്തിൽ കൂടിയ ഒരു പള്ളിയാണ് വലമ്പൂർ സെൻറ് മേരീസ് പള്ളി.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അടുത്ത ദിവസം ഒരു ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഞാൻ അവിടെ ചെന്നു. ഞാൻ അല്പം നേരത്തെ ചെന്നു. ഞാൻ ആ പള്ളിയിൽ കയറിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ കഴിഞ്ഞ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് വർഷങ്ങൾ മുമ്പ് ആ ദൈവാലയത്തിൽ വന്നിരുന്നതും അന്ന് അവിടെ പ്രസംഗിച്ച പലരെയും ഞാൻ ഓർത്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വലിയൊരു പിന്മാറ്റക്കാരനായി പാപത്തിൽ അനേക വർഷം ജീവിച്ചു പോയെങ്കിലും എന്നെ സ്നേഹിച്ച, എന്നെ തേടി വന്ന, എനിക്ക് പിന്നെയും ഒരു മാനസാന്തരം തന്ന ആ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ വീണ്ടെടുത്തു. അവൻ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, എൻ്റെ കുറവുകളും എൻ്റെ പാപങ്ങളും എൻ്റെ കഴിഞ്ഞ കാലങ്ങളും എല്ലാം കഴുകിത്തന്ന ആ കാൽവറിയിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന കാൽവറിയിലെ സ്നേഹം, എത്ര പാപത്തിൽ ആണ്ടുപോയെങ്കിലും നമ്മെ ഉയർത്തിയെടുക്കുന്ന ആ കുരിശിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു മനുഷ്യനോടും പരിഭവമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ആരെയും മാറ്റി നിർത്താത്ത, എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആശയോടെ വെമ്പൽ കൊള്ളുന്ന ആ കാൽവറിയിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ഞാൻ ചേർത്ത് പറയട്ടെ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിൻ്റെ ആ പ്രയാണത്തോടനുബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മോശ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ അതെല്ലാം ദൈവം നിവർത്തിച്ചു കൊടുത്തു. ഒന്നും ദൈവം മറുത്തില്ല. എന്നാൽ അവസാനത്തെ മോശയുടെ പ്രാർത്ഥന വായിച്ചേക്കാം. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മോശ വളരെ ആശയോടെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാണെന്ത്? ദൈവമേ, ഞാൻ കടന്നു ചെന്ന് ആ ലബാനോനും ആ മനോഹര ദേശം, നീ ഈ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദത്ത കനാൻ ഞാനൊന്ന് കടന്നു എന്ന് കണ്ടുകൊള്ളട്ടെ എന്ന്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ദൈവത്തിന് സ്തോത്രപ്പെട്ടവരെ, മോശ ദൈവത്തിനിതിൽ പ്രാർത്ഥിച്ചു. എന്നാൽ മോശ പറയുകയാണ്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ കാര്യം, ഇനി ഈ കാര്യത്തെക്കുറിച്ച് നീ എന്നോട് പ്രാർത്ഥിക്കരുതെന്ന് മോശ പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ നോക്കി, നിങ്ങളുടെ നിമിത്തം ദൈവം എന്നോടും കോപിച്ചു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു എന്ന്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം. വീണുപോയ, താണുപോയ, നിരാശപ്പെട്ടു പോയ, ദേശം വിട്ട് ഓടിപ്പോയ ആ മോശയെ തേടി വന്ന് അവനെ തന്നെ സ്വർഗീയ ശുശ്രൂഷ പരമേൽപ്പിച്ച ആ കാൽവറിയിലെ സ്നേഹം. ദൈവമക്കളെ, ഈ പകൽക്കാലം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് വാക്ക് പറയാം. കർത്താവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളുടെ മേലിൽ നിൻ്റെ കൃപയുടെ കരം ഒരിക്കൽ കൂടി വെക്കണമേ. നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അപ്പാ. ഞങ്ങളിലൂടെ കണ്ടിരിക്കുന്ന വേല നിവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കർത്താവേ, നിൻ്റെ മക്കളെന്ന ഭാഗ്യ പദവിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി.